ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയില്ലേ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലെ മെഷറിംഗ് കപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മെഷറിംഗ് സ്പൂൺസ് ഉണ്ടാവില്ല, ബീറ്റർ ഉണ്ടാവില്ല, ഓവൻ ഉണ്ടാവില്ല. ഇതൊന്നുമില്ല, നമുക്ക് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നമുക്കതിനായിട്ട് ആദ്യം ഇത് കുറച്ച് ഗ്രാമ്പു ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഗ്രാമ്പ് കുറച്ച് എടുക്കുക. അതിപ്പോൾ ഒരു പിടി ഗ്രാമ്പു ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഓക്കെ, ഫൈനായിട്ട് നമുക്കൊരു ഫ്ലേവറൊക്കെ നമുക്ക് ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവറൊക്കെ പ്ലം കേക്കിലുണ്ടാവും. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നല്ലതായിട്ട് ഫൈനായിട്ട് പൊടിച്ച് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് പഞ്ചസാരയോടെ ആഡ് ചെയ്തത് പൊടിച്ചെടുക്കാം. നമ്മുടെ ഗ്രാമ്പൂല് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കട്ടയൊക്കെ ഉണ്ടെങ്കിലും സാരമില്ല, നമ്മൾ ഇതിന് ഇടാനുള്ളല്ലോ, അപ്പോൾ കടിച്ചതിന് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് പൊടിഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇടുവാണെങ്കിൽ ഒന്നുകൂടെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ എന്താ മെഷറിംഗ് കപ്സ് ഒന്നും എടുക്കുന്നില്ല. അതിന് പകരം നമ്മുടെ നമ്മളൊക്കെ ചായ എടുക്കുന്ന ഒരു ചായക്കപ്പാണ് എടുത്തേക്കണേ. ഇതിലാണ് ഞാനിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഓയിലും എല്ലാം അളന്നെടുക്കാൻ പോകുന്നത് ഇതിനകത്താണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കപ്പ് എടുക്കാം. പിന്നെ ഇതാണ് നമ്മുടെ സ്പൂണ്. ഇത് നമ്മുടെ ടീസ്പൂണ്, ഇത് ടേബിൾ സ്പൂണ്. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒക്കെ കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിൽ കാണുന്ന ടൈപ്പ് സ്പൂണാണ് കേട്ടോ. ഇത് നമ്മുടെ ടീസ്പൂണ്, ഇത് ടേബിൾ സ്പൂൺ. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ അളവെല്ലാം എടുക്കണേ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു കപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും ഈ കപ്പിൽ തന്നെ അളന്നെടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും കേട്ടോ. നമുക്ക് മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എടുക്കുന്ന എല്ലാ സാധനങ്ങളും ഈ എടുക്കുന്ന കപ്പിൽ തന്നെ നമ്മൾ അളന്നെടുത്താൽ മതിയാവും. നമുക്കിതിനകത്ത് ഇടാനുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെക്കാം. ഇത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇത് ഞാൻ കുറച്ച് റെഡ് കളറും ഗ്രീൻ കളറും ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഇടാം കേട്ടോ. ഇത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത കപ്പിനകത്ത് ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരിങ്ങ. അപ്പോൾ ഉണക്കമുന്തിരിങ്ങയാണ് നിങ്ങൾക്ക് പ്ലം കേക്കിൽ കൂടുതൽ വേണ്ടത്. അപ്പോൾ അതാവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ സീഡ്ലെസ് ആയിട്ടുള്ള ഉണക്കമുന്തിരിങ്ങയാണ്. ഇപ്പോൾ ഇതിനെ നിങ്ങൾക്ക് കറുപ്പാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ഉള്ളത് അത് യൂസ് ചെയ്യാം. കറുപ്പാണെങ്കിലും മതി. സീഡ്ലെസ് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ സീഡുള്ളതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കടിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഇത് നല്ല മധുരമുള്ള സീഡ്ലെസ് ആയിട്ടുള്ളത് എടുക്കാൻ നോക്കുക. ഇതൊരു 1/4 കപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കാണ്. പൊത്തി സോഫ്റ്റായ ഈന്തപ്പഴം എടുക്കാതിരിക്കാവും നല്ലത്. ഇത് നമ്മൾ കുറച്ച് ഒരു 5 ഈന്തപ്പഴം ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര. ഇത് നെകക്കയാണ് കേട്ടോ എടുത്തേക്കണേ, കൂമ്പാര അല്ല. ഇത് നെകക്ക് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കണേ. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് പൊടിച്ച് വെക്കണം, പകുതി പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പകുതി പഞ്ചസാര പൊടിച്ച് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് കാരമൽ ചെയ്തെടുക്കാം. നമുക്ക് കാരമലൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രമായിട്ട് വെച്ചേക്കണം. അത് നമുക്ക് പെട്ടെന്ന് ചൂടായി കിട്ടും. അപ്പോൾ തീ നമുക്കൊന്ന് ലോ ചെയ്തിടുക. വളരെ കുറച്ചിടുക തീ കേട്ടോ. ലോ ടു മീഡിയം ഇട്ടാൽ മതി. നമുക്ക് എന്നിട്ട് നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ആ മാറ്റി വെച്ചേക്കണ ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പതുക്കെ നമുക്ക് ഉരുകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ തീ എപ്പോഴും ലോ ടു മീഡിയം ഇടുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പം ഇത് പതുക്കെ ഉരുകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ ഒരു 2 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവേ. 2 സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് മതിയാവും കേട്ടോ. ഇത് നന്നായിട്ട് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. തീ ഒരിക്കലും കൂട്ടിയിടരുത്. ലോ ടു മീഡിയം തന്നെ ഇടണേ. ഇതെങ്ങനെ നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കരിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഷുഗറെല്ലാം മെൽറ്റായിട്ട് കിട്ടുവേ. നമുക്കൊരു നല്ലൊരു ബ്രൗൺ കളറ്, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് കിട്ടണം നമുക്ക് നമ്മുടെ ഷുഗർ കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ടൊരു ഗോൾഡനും അല്ല എന്നാൽ ബ്രൗണും അല്ല, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വേണം. അപ്പോൾ അതാ ഇങ്ങനെ നന്നായിട്ട് ഇത് മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് വലിയ അടുക്കി പിടിക്കാതെ കിട്ടും കേട്ടോ. നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഇത്രയല്ല, ചൂടെ ബ്രൗൺ ആവണം ഇത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായി ഇത് ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് കരിഞ്ഞു പോവാതെ നോക്കണം. അതൊന്ന് കരിഞ്ഞു പോവാതിരിക്കണം അവിടെ. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഇതൊന്ന് കറുപ്പിച്ചെടുക്കാവേ. ഇച്ചിരി ഒന്ന് ബ്രൗൺ ആവുന്ന വരെ എടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതെ. 2 സ്പൂൺ വെള്ളം മതിയാവും കേട്ടോ. അപ്പം നമ്മൾ ആദ്യമായിട്ട് കാരമൽ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് 2 സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം.
നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും പഞ്ചസാര അല്ലാതെ ഇട്ടാലും കാരമലായി കിട്ടും കേട്ടോ. ഇതാ നമ്മുടെ കാരമൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫുള്ള് തീ കുറച്ചിട്ടേക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്, അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. നമുക്ക് കളറായിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് പോകാൻ നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നമ്മളിത് ഒരു ഗ്ലാസ് വെള്ളം ഇപ്പം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇതിനകത്ത് ഇടാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചതല്ല, ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമുക്കിപ്പോൾ നേരത്തെ സമയം കിട്ടിയില്ല, നമുക്ക് സോക്ക് ചെയ്ത് വെക്കാനും ടൈം കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിനി എടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കാവേ. സൂക്ഷിച്ചിടുക കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ കാഷ്യൂസ് ഒന്നും ഇട്ടിട്ടില്ല. കാഷ്യൂസ് അങ്ങനെ സെപ്പറേറ്റ് അല്ലാതെ ഇടുകയാണ്. ഇതിനകത്തോട്ട് ഞാൻ കാഷ്യൂസ് ഒന്നും ഇടുന്നില്ല. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്ത് വെച്ച സാധനങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇതാ നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടപ്പോഴത്തേക്കും ചെറുതായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഗ്രാമ്പൂ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഗ്രാമ്പൂ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഗ്രാമ്പൂവിൽ ഒരു നുള്ളു ഗ്രാമ്പൂ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. അതാ നമ്മുടെ ഇത് അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വറ്റിപ്പോവല്ലോ കേട്ടോ. ഒത്തിരി അങ്ങ് വറ്റിപ്പോയി കഴിഞ്ഞാൽ പഞ്ചസാരയാണ് കട്ട പിടിച്ചു പോവും. അപ്പോൾ നമുക്ക് ഇത്രയും മതി. നമുക്കിതങ്ങ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് തണുക്കാനായിട്ടിത് മാറ്റി വെക്കാം. ഇതാ നമ്മളിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് അത്യാവശ്യം ഇത് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് വെള്ളം പറ്റുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവം മതി. നമുക്കിത് ഇരുന്ന് ഒന്ന് തണുക്കട്ടെ. പഞ്ചസാര ആയതുകൊണ്ടല്ലേ കട്ട പിടിച്ചു പോവേ. ഇതാ നമുക്കിനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം, ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെടുത്ത ആ കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സ്പൂണിനകത്ത്, ചെറിയ സ്പൂണിനകത്ത് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കുഞ്ഞു സ്പൂണിന് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ. നമ്മൾ എടുത്ത ബേക്കിംഗ് സോഡ എടുത്തതിനേക്കാട്ടിലും കുറച്ച് വേണം ഉപ്പെടുക്കാൻ. അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരിക്കലും വിട്ടു പോകരുത്. നമുക്കിത് നന്നായി എത്ര തവണ നമുക്ക് സ്ട്രെയിൻ ചെയ്യാവോ അത്രയും നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരിക. അപ്പോൾ അത് തന്നെയല്ല, നമ്മൾ ഇട്ടേക്കുന്ന നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും എത്താനും നന്നായിട്ട് കേക്ക് പൊങ്ങി വരാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 3 തവണയെങ്കിലും കുറഞ്ഞത് സ്ട്രെയിൻ ചെയ്തെടുക്കാവേ. നമ്മളിത് 3 തവണ നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ എത്രയും അരിക്കാവോ അത്രയും അരിക്കുന്നതാണ് നമ്മുടെ കേക്കിന് നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു 3 തവണയെങ്കിലും നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് കുറച്ച് കാഷ്യൂ എടുക്കാം. ഞാനിപ്പോൾ ഒരു കൈപ്പിടി കാഷ്യൂ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ അരിച്ച് വെച്ചിരുന്ന മൈദ ഉണ്ടല്ലോ, അത് 1 സ്പൂൺ മൈദയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിലോട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതങ്ങ് അടിയിലായി പോകും കേട്ടോ. എപ്പോഴും ഒന്ന് മൈദ കോട്ട് ചെയ്തിട്ട് വേണം കാഷ്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ കാഷ്യൂസ് അങ്ങ് അടിയിലായി പോകും നമ്മുടെ കേക്കിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് താന്നു പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വലുതായിട്ടിരിക്കണൊക്കെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിത് 1 സ്പൂൺ മൈദ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാവേ. നമുക്ക് ഇതിനകത്ത് നിന്ന് 1 സ്പൂണ് മാവെടുത്ത് നമ്മൾ ക്രഷ് ചെയ്തിട്ടുണ്ടല്ലോ അതിനകത്തോട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ബദാമോ ഒക്കെ ആഡ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നത് കാഷ്യൂസ് ആണ് കേട്ടോ. ഞാൻ കാഷ്യൂസ് എടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള നമ്മുടെ കുക്കറാണ് എടുക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് ഓയിൽ വെച്ചൊന്ന് നന്നായിട്ട് തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ 4 സൈഡും അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഓയിൽ വെച്ച് തടവി കൊടുക്കാവേ. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം.
ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ബട്ടർ യൂസ് ചെയ്യുമ്പോൾ അത് മെൽറ്റ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം കേട്ടോ ബട്ടർ യൂസ് ചെയ്യാൻ. ഇതിനിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് നന്നായിട്ടൊന്ന് തടവി കൊടുത്ത് കേട്ടോ. നമുക്കിനി കേക്കിൻ്റെ പാനില്ലെങ്കിലും ട്രേ ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ഇങ്ങനെ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കാം. ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് എടുക്കണത്. ഇനി നമുക്കിതിനകത്തോട്ട് ബട്ടർ പേപ്പർ ഉണ്ട്, ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാവേ. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ എടുത്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ മൈദാമാവ് തന്നെ ഇട്ട് ഒന്ന് ചുറ്റും ഒന്ന് ഓടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പർ എടുത്താണ്. നമുക്ക് അടിഭാഗത്തും ഇതിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കുക്കർ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒഴിച്ച് ഒന്ന് എണ്ണയൊക്കെ തടവി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സഡ് ജാറിലോട്ട് നമ്മൾ ഈ മിക്സി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലെങ്കിലും സാരമില്ല, നമുക്ക് മിക്സി ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ വലിയ ജാറാണ് കേട്ടോ എടുത്തേക്കണേ. ഇതിനകത്തോടെ നമുക്ക് മുട്ട ഒഴിക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല നീറ്റായിരിക്കണം, അതുപോലെ വെള്ളമായി ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിനകത്തോട്ട് വാനില എസൻസ് കൂടെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട് വാനില എസൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു വാനില എസൻസ് ആണ് എടുത്തേക്കുന്നത് ബേക്കേഴ്സിൻ്റെ. അപ്പം നമുക്ക് ഇതിനകത്തോട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സ്പൂൺ ഉണ്ടല്ലോ, ആ സ്പൂണിന് 1/2 സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാവേ. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു 15 സെക്കൻഡ് നല്ല ഹൈ ഇട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഇതാ നമ്മൾ മുട്ട 2 മുട്ടയും വാനില എസൻസോടെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 15 സെക്കൻഡ് നല്ല ഹൈ സ്പീഡിലിട്ടൊന്ന് കറക്കി എടുത്താൽ മതിയേ. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറും മിക്സിയുടെ അടപ്പും ഒന്നും വെള്ളമയം ഇല്ലാതെ നല്ല ഉണങ്ങിയതായിരിക്കണമെന്ന് മാത്രം കേട്ടോ. അങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് പതഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ അടിച്ച് മരിച്ചത് പഞ്ചസാര പൊടിച്ചതുണ്ടായിരുന്നല്ലോ, 1 അര കപ്പ് പഞ്ചസാര പൊടിച്ചത് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു. അതുകൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഒരു 10 അല്ലെ 15 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുക്കാവേ. ഇതാ നമ്മൾ പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട് നമുക്കിനി ഒരു 1 കപ്പ്, അത് നമ്മൾ എടുത്തേക്കുന്ന നമ്മൾ മാവൊക്കെ അളന്ന ആ കപ്പിന് തന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു ലോ സ്പീഡിലിട്ട് അടിച്ചാൽ മതി. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഒരു ലോ സ്പീഡിലിട്ടൊന്ന് അടിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഈ അടിച്ച് വെച്ചേക്കുന്ന ഓയിലും മുട്ടയും കൂടെയുള്ള മിക്സ് നമ്മൾ ഓൾറെഡി കാരമലൈസ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി മൈദാമാവ് ഇട്ട് വെച്ചേക്കുന്ന നമ്മുടെ കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് ഈ കാഷ്യൂ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങ് വല്ലാതെ ഇട്ടങ്ങ് ഇളക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക ചെയ്യാവുള്ളേ. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അങ്ങ് ലൂസായി പോവും. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്കിതിനകത്തോട്ട് ഇനി ഗ്രാമ്പു എടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി പൊടിച്ചിരുന്ന ഗ്രാമ്പു ഉണ്ടല്ലോ, അത് നമ്മളെടുത്ത് വെച്ചാൽ കുഞ്ഞു സ്പൂണിൽ 1 സ്പൂൺ ഗ്രാമ്പു ആഡ് ചെയ്ത് കൊടുക്കാവേ. നിങ്ങളുടെ എടുക്കുന്ന ഗ്രാമ്പുവിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നല്ല പവറുള്ള ഗ്രാമ്പു ആണെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതിയേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. മൊത്തം ഒരുമിച്ച് ആഡ് ചെയ്യരുത്, കുറച്ചായിട്ട് ഒരു 3 ബാച്ചായിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ മൈദ മൊത്തം ഇട്ടിട്ടുണ്ട്. നമ്മൾ 3 ബാച്ചായിട്ട് കുറച്ചിട്ട് നന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മൊത്തം ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ നല്ല കുറുകി വരുന്നുണ്ട്. ഒത്തിരി ലൂസ് ആവരുത് കേട്ടോ. നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഒത്തിരി ലൂസായിട്ടല്ല, ഇങ്ങനെ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ വരേണ്ടത്. ഇങ്ങനെ ഒത്തിരി അങ്ങോട്ട് വല്ലാതെ ഇളക്കാതെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എല്ലാം ഒന്ന് മാവ് മൊത്തം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഓറഞ്ചിൻ്റെ പീൽസ് ആണ് കേട്ടോ. നമുക്കിത് ഗ്രേറ്റ് ചെയ്ത് ചെറിയൊരു നമ്മുടെ ടേബിൾ സ്പൂണിന് ഒരു ടീസ്പൂണിനാണ്, ഒരു ചെറിയ ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കില്ലെങ്കിൽ കടയിൽ നമുക്കിതിൻ്റെ ഓറഞ്ച് സ്റ്റേക്ക് വാങ്ങിക്കാൻ കിട്ടും, അതാണ് ആഡ് ചെയ്താൽ മതി. അതില്ലാത്തവർക്ക് ഇങ്ങനെയാണല്ലോ ആഡ് ചെയ്താൽ മതി കേട്ടോ. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവേ. നമ്മൾ ആഡ് ചെയ്ത് ഓറഞ്ചിൻ്റെ പീൽസ് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററി ഇങ്ങനെ ഇരുന്നാൽ മതി, ഒത്തിരി ലൂസായി പോകരുത്, ഒത്തിരി അങ്ങ് തിക്കും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം.
നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ റെഡിയാക്കുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ദോശക്കല്ല് അല്ലെങ്കിൽ നമ്മുടെ ഒരു പഴയ ഒരു തവ അത് നമുക്കൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ബാറ്റർ നമുക്ക് നമ്മുടെ കുക്കർ ഓൾറെഡി നമ്മൾ ബട്ടർ പേപ്പർ കുടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തോടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ. അപ്പം നമ്മുടെ പാൻ നമ്മളവിടെ 5 മിനിറ്റത്തേക്ക് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിത് ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് വരും കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ മുറിക്കുമ്പോഴൊക്കെ നമുക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്യും, എയർ നിന്നാൽ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. നമുക്ക് നമ്മുടെ നന്നായിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എയർ ബബിൾസ് ഒക്കെ നിന്ന് പോയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണേ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാഷ്യൂസോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവേ. ടോപ്പിലാണ് കേട്ടോ. നമ്മുടെ കുക്കറിൽ എയർ ബബിൾസ് എല്ലാം കളഞ്ഞ് കുറച്ച് കാഷ്യൂസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഇതങ്ങ് അടയ്ക്കാവേ. കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് ഈ വെയിറ്റ് അങ്ങ് മാറ്റിയേക്കാം. ഇനി നമ്മൾ ഓൾറെഡി 5 മിനിറ്റ് ചൂടാൻ വെച്ചിരുന്ന പാനുണ്ടല്ലോ, അതിലോട്ട് ഈ കുക്കർ എടുത്ത് വെക്കാം. കുക്കർ എടുത്ത് വെച്ച് ഒരു 45 to 50 മിനിറ്റ്സ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിന് ഒരു മീഡിയം ഫ്ലെയിം ആയിട്ടോ പാൻ ചൂടാക്കിയത്. ഇത് നമ്മുടെ കുക്കർ എടുത്ത് ഇതിനെ മണ്ടയിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 45 മിനിറ്റ്സ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാട്ടോ ഇടുന്നത്. നമുക്കിപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കുത്തി നോക്കാം അത് വെന്തിട്ടുണ്ടോന്നേ. കുത്തി നോക്കാം ഇത് ഓണായിട്ട് ഇത് വെന്തിട്ടുണ്ടോന്നേ. അങ്ങ് അടി വരെ ചെല്ലണം. ഒന്നുമില്ല, നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് തണുക്കാൻ വെക്കാം. കൂളായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഫൈനലി നമ്മുടെ കേക്ക് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പൊക്കി എടുത്തിട്ടുണ്ട്. അതേ നമ്മുടെ കുക്കർ ഇതാണ്. കുക്കറിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്ടോ, അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് കുക്കർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് മാറ്റി കേക്ക് ഒന്ന് ഫുള്ളായിട്ട് കാണാമേ. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നദാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നദാൻ ഒരു പീസ് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കട്ട് ചെയ്ത് നദാനെ നമുക്ക് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് കേക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയാണ്. നമുക്ക് അതനുസരിച്ച് കൊടുത്ത് നോക്കാം. അതാനെ ഹായ് ഹായ് കേക്ക് യമ്മി യമ്മി. നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. യമ്മി നദാനെ, യമ്മി യമ്മിയാണോ? യമ്മി കൊള്ളാമോ തന്നെ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് പ്ലം കേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കിനി ഓവനോ ബീറ്ററോ മെഷറിംഗ് കപ്പോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ പുതിയ പുതിയ റെസിപ്പീസിനായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി അഡ്വാൻസ് ക്രിസ്മസ്.